ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ആർക്കസ് എയറോൻ്റെ പുതിയൊരു നാവിഗേഷൻ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇൻസ്ട്രുമെന്റ് നാവിഗേഷൻ ആണ്. ഇൻസ്ട്രുമെന്റ് നാവിഗേഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പീറ്റോഡ് സ്റ്റാറ്റിക് സിസ്റ്റം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് പീറ്റോഡ് സ്റ്റാറ്റിക് സിസ്റ്റം ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, സോ ഫസ്റ്റ് പീറ്റോഡ് സ്റ്റാറ്റിക് സിസ്റ്റം എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ജസ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അതിനുശേഷമാണ് നമ്മൾ പീറ്റോഡ് സ്റ്റാറ്റിക് സിസ്റ്റം എന്താണെന്നുള്ളത് ഞാൻ പറയുള്ളൂ കേട്ടോ, ശ്രദ്ധിച്ചേക്ക് നോക്കാം. നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ ടോട്ടൽ നമ്മളൊരു 7 ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതിൽ ആദ്യത്തെ 4 ഞാൻ വായിക്കുക, ശ്രദ്ധിക്കുക. ASI ആ പേരിൽ തന്നെ ഉണ്ട്, എയർ സ്പീഡ് ഇൻഡിക്കേറ്റർ. എയർ സ്പീഡ് ഇൻഡിക്കേറ്റർ മീനിങ് നമ്മുടെ എയർക്രാഫ്റ്റിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നതാണ് ASI. നെക്സ്റ്റ് വൺ ഈസ് മാക് മീറ്റർ. മാക് മീറ്റർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മാക് നമ്പർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. മാക് നമ്പർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാവുള്ളൂ, ഇപ്പം പറയുന്നില്ല. ഓക്കെ, അടുത്താണ് ഓൾട്ടിമീറ്റർ. ഓൾട്ടിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ എയർക്രാഫ്റ്റിന്റെ ഓൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഓൾട്ടിമീറ്റർ. അടുത്തതാണ് VSIന്റെ ഫുൾ ഫോം വെർട്ടിക്കൽ സ്പീഡ് ഇൻഡിക്കേറ്റർ. വെർട്ടിക്കൽ സ്പീഡ് ഇൻഡിക്കേറ്റർ അത് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ എയർക്രാഫ്റ്റിന്റെ ക്ലൈംബ് ചെയ്യുന്ന റേറ്റ് അല്ലെങ്കിൽ ഡിസെൻഡ് ചെയ്യുന്ന റേറ്റ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ക്ലൈംബ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിസെൻഡ്. ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ റേറ്റ് ഓഫ് ക്ലൈംബ് 500 feet per minute ആണെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ മീനിങ് ഒരു മിനിറ്റിൽ ഞാൻ 500 feet വെച്ചിട്ട് ക്ലൈംബ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ എന്ത് റേറ്റിലാണ് ഞാൻ ക്ലൈംബ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് VSI. അതുപോലെ റേറ്റ് ഓഫ് ക്ലൈംബ്, റേറ്റ് ഓഫ് ഡിസെൻഡ് അളക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. ഇതാണ് ആദ്യത്തെ 4 ഇൻസ്ട്രുമെന്റ്സ്. ഈ 4 ഇൻസ്ട്രുമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ ഇൻസ്ട്രുമെന്റ്സ്. അത് പ്രഷർ ഇൻസ്ട്രുമെന്റ്സ് വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ 4 ഇൻസ്ട്രുമെന്റ്സും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രഷർ ആവശ്യമുള്ളത് കൊണ്ടാണ് പ്രഷർ ഇൻസ്ട്രുമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇതിന്റെ കൂടെ അറിയേണ്ട 3 അടുത്ത ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഒന്നാണ് ആറ്റിറ്റ്യൂഡ് ഇൻഡിക്കേറ്റർ. ഓക്കെ, അതായത് അതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൊറൈസൺ എന്നൊക്കെ പറയും, AH എന്നൊക്കെ പറയും. അതായത് ആറ്റിറ്റ്യൂഡ് ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ എയർക്രാഫ്റ്റിന്റെ ആറ്റിറ്റ്യൂഡ് കണക്കാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ എയർക്രാഫ്റ്റ് ഇപ്പോൾ ഇതാണ് എൻ്റെ എയർക്രാഫ്റ്റ് എന്നുണ്ടെങ്കിൽ എൻ്റെ എയർക്രാഫ്റ്റ് ക്ലൈംബ് ആവുകയാണോ ഡിസെൻഡ് ആവുകയാണോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആറ്റിറ്റ്യൂഡ് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആറ്റിറ്റ്യൂഡ് ഇൻഡിക്കേറ്റർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഈസ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ. അഥവാ എൻ്റെ എയർക്രാഫ്റ്റിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇതിൻ്റെ എയർക്രാഫ്റ്റ് ഒരു 090 ഡിഗ്രിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എഴുതിക്കോ. ഇത് എന്നോട് 120 പോകാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ എയർക്രാഫ്റ്റ് ഇങ്ങോട്ട് തിരിക്കും, റൈറ്റിലോട്ട് തിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഡയറക്ഷൻ ഇൻഡിക്കേറ്ററിൽ ഹെഡിങ് ഇങ്ങനെ കൂടി വരുന്നിട്ട് ഇങ്ങനെ 120 ഡിഗ്രി കാണിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഹെഡിങ് 120 ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടേൺ ആൻഡ് സ്ലിപ്പ് ഇൻഡിക്കേറ്റർ. ടേൺ സ്ലിപ്പ് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണെങ്കിൽ എൻ്റെ എയർക്രാഫ്റ്റ് നമ്മുടെ ബൈക്കൊക്കെ സ്ലിപ്പ് ആവണ പോലെ, സ്കിഡ് ആവണ പോലെ എൻ്റെ എയർക്രാഫ്റ്റും അതേപോലെ സ്ലിപ്പും സ്കിഡൊക്കെ ആവും. അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ടേൺ സ്ലിപ്പ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. ഈ 3 വിളിക്കുന്ന പേരാണ് ഗൈറോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ്സ്. വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് 3 വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൈറോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ 3 വർക്ക് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ഈ 3 പേര്, അല്ലെങ്കിൽ ഈ 3 കൂടെ നമ്മൾ ഗൈറോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഈ ഗൈറോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് നാവിഗേഷന്റെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്, ഫസ്റ്റ് കംപ്ലീറ്റ് പഠിക്കാൻ പോകുന്നത് പ്രഷർ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചിട്ടാണ്. അഥവാ ASI, മാക് മീറ്റർ, ഓൾട്ടിമീറ്റർ, VSI വെർട്ടിക്കൽ സ്പീഡ് ഇൻഡിക്കേറ്റർ, ഇതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഈ ഞാൻ പറഞ്ഞ 7 ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, ആ 7 ഇൻസ്ട്രുമെന്റ്സിൽ ഈ മാക് മീറ്റർ നിങ്ങൾ ഒഴിവാക്കുക. അത് മാക് നമ്പർ അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ എയർക്രാഫ്റ്റിന് ആവശ്യമല്ല. നമ്മുടെ ഹൈ സ്പീഡിൽ പോകുന്ന എയർക്രാഫ്റ്റ്, ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എയർക്രാഫ്റ്റുകൾക്കാണ് ഈ പറയുന്ന മാക് മീറ്ററിന്റെ ആവശ്യമുള്ളത്. ഓക്കെ ആണല്ലോ. എന്താ നമ്മൾ ഡീറ്റെയിൽ നമ്മൾ വേറെ ചാപ്റ്റർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ മാക് മീറ്ററിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? ASI, ഓൾട്ടിമീറ്റർ, VSI, ആറ്റിറ്റ്യൂഡ് ഇൻഡിക്കേറ്റർ, DGI അപ്പോൾ ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ, TSI ടേൺ സ്ലിപ്പ് ഇൻഡിക്കേറ്റർ. ഈ 6 വിളിക്കുന്ന പേരാണ് 6 pack ഇൻസ്ട്രുമെന്റ്സ്. 6 pack ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ ആണല്ലോ. നമ്മുടെ കോക്പിറ്റിൽ ഇങ്ങനെയാണ് 6 pack ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവാൻ അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ASI, സെക്കൻഡ് വൺ ഈസ് ആറ്റിറ്റ്യൂഡ് ഇൻഡിക്കേറ്റർ, തേർഡ് വൺ ഈസ് ഓൾട്ടിമീറ്റർ ആണ് ഈ തന്നുള്ളത്, നാലാമത്തതാണ് VSI വെർട്ടിക്കൽ സ്പീഡ് ഇൻഡിക്കേറ്റർ, അഞ്ചാമത്തെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ, ആറാമത്തത് ടേൺ സ്ലിപ്പ് ഇൻഡിക്കേറ്റർ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ ആണല്ലോ, ശ്രദ്ധിക്കും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ പ്രഷർ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, ASI, മാക് മീറ്റർ, ഓൾട്ടിമീറ്റർ, VSI 4 പ്രഷർ ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞില്ല. ഇതിലെ ആദ്യത്തെ 2 അതായത് ASIയും മാക് മീറ്ററും വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആവശ്യം ടോട്ടൽ പ്രഷറാണ്. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കുക, സ്റ്റാറ്റിക് പ്രഷർ
പ്ലസ് ഡൈനാമിക് പ്രഷർ, ഇതിനാണ് ടോട്ടൽ പ്രഷർ. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാറ്റിക് പ്രഷർ പ്ലസ് ഡൈനാമിക് പ്രഷർ, ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്നത് അതിനെ ടോട്ടൽ പ്രഷർ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ടോട്ടൽ പ്രഷർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ASIയും മാക് മീറ്ററും വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. എന്നാൽ ഈ ഓൾട്ടിമീറ്ററും VSIയും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് മാത്രം മതി? ഡൈനാമിക് പ്രഷറിന്റെ ആവശ്യമല്ല, സ്റ്റാറ്റിക് പ്രഷർ മാത്രം മതി. ഓക്കെ ആണല്ലോ. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ASIയും മാക് മീറ്ററും വർക്ക് ചെയ്യണമെങ്കിൽ ടോട്ടൽ പ്രഷർ വേണം, ഓൾട്ടിമീറ്ററും VSIയും വർക്ക് ചെയ്യണമെങ്കിൽ സ്റ്റാറ്റിക് പ്രഷർ മാത്രം മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂട്ടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ASI മാക് മീറ്ററും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൈനാമിക് പ്രഷറും വേണം, സ്റ്റാറ്റിക് പ്രഷറും വേണം. എന്നാൽ ഓൾട്ടിമീറ്ററും VSIയും വർക്ക് ചെയ്യണമെങ്കിൽ സ്റ്റാറ്റിക് പ്രഷർ മാത്രം മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്, ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് സ്റ്റാറ്റിക് പ്രഷർ മാത്രം യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ വേഗം ആൻസർ ചെയ്യണം. ഏത് സ്റ്റാറ്റിക് പ്രഷർ മാത്രം യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ഏതാണ്? ഓൾട്ടിമീറ്ററും VSIയും. ഓക്കെ ആണല്ലോ. എന്നാൽ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്, സ്റ്റാറ്റിക് പ്രഷർ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഒബ്വിയസ്ലി ഏതൊക്കെ ഉണ്ട്? ഓൾട്ടിമീറ്റർ ഉണ്ട്, VSI ഉണ്ട്. അതിന്റെ കൂടെ ഏതും കൂടെ പറയണം? ASIയും മാക് മീറ്ററും കൂടെ പറയണം. കാരണം ASI മാക് മീറ്ററിൽ സ്റ്റാറ്റിക് പ്രഷറും വേണം, ഡൈനാമിക് പ്രഷറും വേണം. അപ്പോൾ സ്റ്റാറ്റിക് പ്രഷർ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ വെച്ചിട്ടാണെങ്കിൽ ASI മാക് മീറ്റർ, ഓൾട്ടിമീറ്റർ, VSI നാലും പറയണം. സ്റ്റാറ്റിക് പ്രഷർ മാത്രം യൂസ് ചെയ്യുന്നത് ഓൾട്ടിമീറ്ററും VSIയും. ക്ലിയർ ആണെന്ന് കരുതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് സ്റ്റാറ്റിക് പ്രഷർ, എന്താണ് ടോട്ടൽ പ്രഷർ എന്താണെന്നാണ് അടുത്ത ഡൗട്ട്. ഞാൻ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ശ്രദ്ധിച്ച് നോക്കാം മക്കളെ. ഇതാണ് മീൻ സീ ലെവൽ പ്രഷർ, മീൻ സീ ലെവൽ അഥവാ സമുദ്രനിരപ്പ്. ഓക്കെ ആണല്ലോ, മീൻ സീ ലെവൽ. ഞാൻ മീൻ സീ ലെവലിൽ വന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കാന്ന് കരുതിക്കോ. ഓക്കെ ആണല്ലോ. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും തലയുടെ മുകളിൽ നമുക്കറിയാം ഒരുപാട് എയർ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ? ഇതേപോലെ അങ്ങനെ ഒരുപാട് എയർ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ എൻ്റെ തലയുടെ മുകളിൽ ഇതേപോലെ അങ്ങനെ ഒരുപാട് എയർ മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം എല്ലാ എയർ മോളിക്യൂൾസിനും വെയിറ്റ് ഉണ്ട്. കാരണം നമ്മുടെ എല്ലാ മോളിക്യൂൾസിനും ഈ പറയുന്ന താഴെ നിന്ന് നമ്മുടെ എർത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി അടിക്ക് വലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കാം, ഈ എയർ മോളിക്യൂൾസിന് എല്ലാത്തിൻ്റെയും വെയിറ്റ് അഥവാ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വെയിറ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. എൻ്റെ തലയുടെ മുകളിലല്ലേ വന്ന് പതിക്കുന്നുണ്ടാവുക. എൻ്റെ തലയുടെ മുകളിലുള്ള എല്ലാ എയർ മോളിക്യൂൾസിൻ്റെ വെയിറ്റും വന്നിട്ട് പതിക്കുന്നുണ്ടാവുക എൻ്റെ തലയുടെ മുകളിലല്ലേ. അപ്പോൾ എൻ്റെ തലയുടെ മുകളിലുള്ള ഈ സ്റ്റാറ്റിക് എയർ മോളിക്യൂൾസ് അഥവാ വെറുതെ നിൽക്കുന്ന ആ എയർ മോളിക്യൂൾസ് എല്ലാതും കൂടെ താഴോട്ടൊരു വെയിറ്റ്, ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. ആ പ്രഷർ അനുഭവപ്പെടുന്നത് താഴെ നിൽക്കുന്ന എനിക്കാണ്. ശരിയല്ലേ? അപ്പോൾ എനിക്ക് ആ അനുഭവപ്പെടുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് പ്രഷർ. അപ്പോൾ സ്റ്റാറ്റിക് പ്രഷർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി പറയുകയാണെങ്കിൽ അത് ഒന്നുമില്ല. സ്റ്റാറ്റിക് പ്രഷർ പറഞ്ഞ എനിക്കാണെങ്കിൽ എൻ്റെ തലയുടെ മുകളിലുള്ള എയർ മോളിക്യൂൾസ് എനിക്ക് തരുന്ന പ്രഷർ, ദ പ്രഷർ എക്സേർട്ടഡ് ഡ്യൂ ടു സ്റ്റേഷനറി എയർ മോളിക്യൂൾസ് ഇസ് കോൾഡ് സ്റ്റാറ്റിക് പ്രഷർ. ഓക്കെ ആണല്ലോ. അതായത് അല്ലെങ്കിൽ വേറെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയും പറയാം, എൻ്റെ അറ്റ്മോസ്ഫിയറിക് എയർ മോളിക്യൂൾസിന് അറ്റ്മോസ്ഫിയറിന്റെ വെയിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിക് പ്രഷർ ആയിട്ട് നമ്മൾ പറയാം. എനിക്ക് എൻ്റെ അറ്റ്മോസ്ഫിയർ തരുന്ന ആ വെയിറ്റിനെയാണ് സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ മനസ്സിലാക്കിയോ? ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നോക്കാം, ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുകളിൽ സ്റ്റാറ്റിക് പ്രഷർ ഉണ്ട്. ഞാനിവിടെ ഒരു ലാഡർ ഉണ്ടെന്ന് എഴുതിക്കോ, ഒരു കോണി ഉണ്ട്. ഓക്കെ ആണല്ലോ. ഞാൻ ഈ ലാഡറിൻ്റെ മുകളിൽ കയറി നിന്നു. ഇപ്പോൾ ഞാൻ എവിടെ കയറി നിൽക്കുന്നത്? ഈ ലാഡറിൻ്റെ മുകളിൽ കയറി നിന്നു. ഓക്കെ, ഞാനിവിടെ കയറി നിന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റാറ്റിക് എയർ മോളിക്യൂൾസ് കിട്ടുന്നുണ്ടോ? ഉണ്ട്. കാരണം ഇതിന്റെ തലന്റെ മുകളിലും എന്തുണ്ട്? ഈ പറയുന്ന സ്റ്റാറ്റിക് എയർ മോളിക്യൂൾസ് ഉണ്ട്. താഴെ നിൽക്കുന്ന സമയത്തുണ്ടോ? അപ്പോഴും ഉണ്ട്. പിന്നെ ചോദിക്കട്ടെ, എവിടെ നിൽക്കുമ്പോഴായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുക? താഴെ നിൽക്കുമ്പോഴാണോ മുകളിൽ നിൽക്കുമ്പോഴാണോ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുക? താഴെ നിൽക്കുമ്പോഴല്ലേ. കാരണം എന്തുകൊണ്ടാണ്? താഴെ നിൽക്കുന്ന സമയത്ത് തലയുടെ മുകളിൽ ഒരുപാട് എയർ മോളിക്യൂൾസ് ഉണ്ട്. എന്നാൽ ഞാൻ മുകളിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യാണ്? അത്ര എയർ മോളിക്യൂൾസ് തലയുടെ മുകളിൽ വരുന്നില്ല. അപ്പം മുകളിൽ നിൽക്കുന്ന സമയത്ത് സ്റ്റാറ്റിക് പ്രഷർ കുറവാണ്, താഴെ നിൽക്കുന്ന സമയത്ത് സ്റ്റാറ്റിക് പ്രഷർ കൂടുതലാണ്. അപ്പം അതിന് മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ എനിക്കാണെങ്കിൽ മനസ്സിലാക്കി വെക്കുക, മുകൾക്ക് പോകും തോറും ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ സ്റ്റാറ്റിക് പ്രഷർ എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും. ഓക്കെ ആണല്ലോ. ഇനി മനസ്സിലാക്കി വെക്കുക, ഹൈറ്റ് കൂടുമ്പോൾ സ്റ്റാറ്റിക് പ്രഷർ കുറയാൻ തുടങ്ങും. ഇനി അത് കുറയുന്ന റേറ്റും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിച്ചു വെക്കണം. -1 hectopascal per 30 feet. ഓക്കെ, ഓരോ 30 ഫീറ്റ്, ഓരോ 30 ഫീറ്റ് മുകൾക്ക് പോകും തോറും ഓരോ ഹെക്ടോപാസ്കൽ വീതം ഇങ്ങനെ പ്രഷർ ഇങ്ങനെ ഡ്രോപ്പ് ആയി കൊണ്ട് നിൽക്കും. ഓക്കെ ആണല്ലോ. മനസ്സിലാക്കേണ്ടത്, ഹൈറ്റ് കൂടുന്നതോറും സ്റ്റാറ്റിക് പ്രഷർ കുറയും. സ്റ്റാറ്റിക് പ്രഷർ കുറഞ്ഞ റേറ്റ് ആണ്. ഓരോ 30 ഫീറ്റ് പോകുമ്പോഴും ഓരോ ഹെക്ടോപാസ്കൽ വീതം കുറഞ്ഞുകൊണ്ട് നിൽക്കും. ഈ കുറയുന്ന ഈ റേറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ ലാപ്സ് റേറ്റ്. പ്രഷർ കുറയുന്ന റേറ്റ് പ്രഷർ ലാപ്സ് റേറ്റ്. ക്ലിയർ ആണല്ലോ.
അപ്പോൾ ഞാൻ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഞാനിപ്പോൾ ഒരു എയർക്രാഫ്റ്റ് എടുത്തിട്ട് മുകളിൽ കൂടെ ഫ്ലൈ ചെയ്യുന്നുണ്ടെന്ന് എഴുതിക്കോ. ഇപ്പോൾ ഈ എയർക്രാഫ്റ്റിൽ ഞാൻ ഈ എയർക്രാഫ്റ്റിനെ ഫ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഞാനുണ്ട് എയർക്രാഫ്റ്റിൽ, ഞാനാണ് ഫ്ലൈറ്റ് ഓടിക്കുന്നത്. ഓക്കെ ആണല്ലോ. ആലോചിച്ച് നോക്കാം, ഈ എയർക്രാഫ്റ്റിൽ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്റ്റാറ്റിക് പ്രഷർ അനുഭവപ്പെടും. കാരണം എൻ്റെ തലയുടെ മുകളിൽ എന്തുണ്ട്, എയർ മോളിക്യൂൾസ് ഉണ്ട്. പക്ഷേ താഴെ നിൽക്കണത് എനിക്കാണോ, മുകളിൽ ഫ്ലൈ ചെയ്യുന്ന എനിക്കാണോ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റിക് പ്രഷർ അനുഭവപ്പെടുക? താഴെ നിൽക്കണ എനിക്ക്. കാരണം താഴെ സ്റ്റാറ്റിക് പ്രഷർ കൂടുതലാണ്, മുകളിൽ സ്റ്റാറ്റിക് പ്രഷർ കുറവാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ലെസ് സ്റ്റാറ്റിക് പ്രഷർ വിത്ത് ഹൈറ്റ്. സ്റ്റാറ്റിക് പ്രഷർ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് സ്റ്റാറ്റിക് പ്രഷർ എന്ത് ചെയ്യും, കുറയാൻ തുടങ്ങും. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ മനസ്സിലാക്കി വെക്കുക, ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇതാണ് മീൻ സീ ലെവൽ എന്ന് പറഞ്ഞല്ലോ. ഈ മീൻ സീ ലെവൽ പറയുന്ന ഈ മീൻ സീ ലെവലിലെ പ്രഷർ എന്ന് പറയുന്നത് 1013 പോയിന്റ്. ഈ മീൻ സീ ലെവലിലെ പ്രഷർ എന്ന് പറയുന്നത് 1013.25 ഹെക്ടോ പാസ്കൽ ആണ്. ഇത് കറക്റ്റ് വാല്യൂ അല്ല. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് മീൻ സീ ലെവലില് ഒരു പ്രഷർ ആയിരിക്കും, അതായിരിക്കില്ല നിങ്ങളുടെ സ്ഥലത്തുണ്ടാകുന്ന മീൻ സീ ലെവൽ പ്രഷർ ഒക്കെ വേറെ ആയിരിക്കും. പക്ഷെ ഐസ അഥവാ ഐക്കാവോ, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഐക്കാവോ ഒരു ഐസ എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ അവരെന്ത് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ മീൻ സീ ലെവലിലെ പ്രഷർ എന്ന് പറയുന്നത് 1013.25 ഹെക്ടോ പാസ്കൽ ആണെന്ന് അവർ അങ്ങോട്ട് അസ്യൂം ചെയ്തു. ശരിക്കും വാല്യൂ അല്ല, ഓരോ സ്ഥലത്തും വേറെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവറേജ് ഒക്കെ കണ്ടിട്ട് അവരങ്ങോട്ട് അസ്യൂം ചെയ്യാണ് മീൻ സീ ലെവലിലെ പ്രഷർ 1013.25 ഹെക്ടോ പാസ്കൽ ആണെന്ന് അവർ അസ്യൂം ചെയ്തു. അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കുക, ഐസ മീൻ സീ ലെവൽ പ്രഷർ എത്രയാണെന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 1013.25 ഹെക്ടോ പാസ്കൽ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറെ യൂണിറ്റും കൂടെ ഉണ്ട്, ആ വാല്യൂ കൂടെ പഠിച്ചു വെക്കണം. അതാണ് 14.7 PSI, പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു വാല്യൂ കൂടെ ഉണ്ട്, അതാണ് 29.92 ഇഞ്ചസ് ഓഫ് മെർക്കുറി. ഈ 3 യൂണിറ്റ് ഏതൊക്കെയാണ്? ഹെക്ടോ പാസ്കൽ, PSI, ഇഞ്ചസ് ഓഫ് മെർക്കുറി. ഇത് 3ആണ് യൂണിറ്റ്സ്, പ്രഷറിന്റെ യൂണിറ്റ്സ് നമ്മൾ ഏവിയേഷനിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. 1013.25 ഹെക്ടോ പാസ്കലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റുകൾ 14.7 പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്, 29.92 ഇഞ്ചസ് ഓഫ് മെർക്കുറി. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇതാണ് സ്റ്റാറ്റിക് പ്രഷർ. ഇനി ഞാൻ പറയാൻ പോകുന്നത് മക്കളെ ഡൈനാമിക് പ്രഷർ നോക്കിക്കോ. മക്കളെ ഡൈനാമിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഇപ്പൊ നോക്കിക്കോ, ഞാൻ പറയാൻ ശ്രദ്ധിച്ച് നോക്കിയോ, അവിടെ നോക്കിക്കോ. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓക്കെ ആണല്ലോ, വെറുതെ നമ്മുടെ കൈ ഒന്ന് വെറുതെ പുറത്ത് കിട്ടിയ എനിക്കാണെങ്കിൽ നമ്മൾ നല്ല വെലോസിറ്റിയിലാണ് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, നമ്മുടെ കൈ ഇങ്ങനെ ബാക്കിക്ക് പോകും. കാരണം എന്തുകൊണ്ടാണ്? നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ പുറത്തുകൂടെ പോകുന്ന ആ മൂവിങ് എയർ ഉണ്ടല്ലോ, ആ മൂവിങ് എയർ എൻ്റെ കൈയിന് ഒരു ഫോഴ്സ് തരുന്നുണ്ട്. ആ ഫോഴ്സ് തരുന്നതല്ല എൻ്റെ കൈ ഇങ്ങനെ ബാക്കോട്ട് പോകുന്നത്. ശരിയല്ലേ? നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരു മൂവിങ് എയറും ഇതേപോലെ എന്ത് തരുന്നുണ്ട്, എൻ്റെ കയ്യിന് ഫോഴ്സ് തരുന്നില്ല. അതേപോലെ എൻ്റെ എയർക്രാഫ്റ്റ് ഇപ്പൊ ആലോചിച്ചോട്ടോ, എൻ്റെ എയർക്രാഫ്റ്റ് ഇപ്പൊ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കാം, ഇവിടുന്ന് ഈ മൂവിങ് എയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണില്ല. അത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതും എൻ്റെ ഈ പറയുന്ന എയർക്രാഫ്റ്റിന് ഒരു പ്രഷർ തരുന്നുണ്ടാവൂല. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഡൈനാമിക് പ്രഷർ. അഥവാ പ്രഷർ എക്സേർട്ടഡ് ഡ്യൂ ടു മൂവിങ് എയർ മോളിക്യൂൾസ്, അല്ലെങ്കിൽ മൂവിങ് എയർ കാരണം കിട്ടുന്ന പ്രഷറാണ് ഡൈനാമിക് പ്രഷർ. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ആലോചിച്ച് നോക്കുക, അതാണ് ഡൈനാമിക് പ്രഷർ. അപ്പോൾ സ്റ്റാറ്റിക് പ്രഷർ വെച്ചാൽ സ്റ്റേഷനറി എയർ മോളിക്യൂൾസ് കാരണം സ്റ്റാറ്റിക് പ്രഷർ, സ്റ്റേഷനറി എയർ മോളിക്യൂൾസ് കാരണം ഡൈനാമിക് പ്രഷർ, മൂവിങ് എയർ മോളിക്യൂൾസ് കാരണം കിട്ടുന്ന പ്രഷറാണ് ഡൈനാമിക് പ്രഷർ. അപ്പോൾ മക്കളെ മനസ്സിലാക്കി നോക്കാം. ഈ സ്റ്റാറ്റിക് ഇപ്പോൾ ആലോചിച്ച് നോക്കാം, ഇപ്പോൾ ഞാൻ അറ്റ്മോസ്ഫിയർ കൂടെ ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കുക. ആ സമയത്ത് നമുക്കറിയാം ഇതുമ്പോൾ ഡൈനാമിക് പ്രഷർ ഉണ്ടോ? കിട്ടുന്നുണ്ട്. ഇതുമ്പോൾ സ്റ്റാറ്റിക് പ്രഷർ കിട്ടുന്നുണ്ടോ? അതും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രഷറിനും കൂടെ കൂടുന്ന സമയത്ത് വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രഷർ. അപ്പോൾ ടോട്ടൽ പ്രഷർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് പ്രഷർ പ്ലസ് സ്റ്റാറ്റിക് പ്രഷർ ഈസ് കോൾഡ് ടോട്ടൽ പ്രഷർ. ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് ഡൈനാമിക് മനസ്സിലായി, എന്താ സ്റ്റാറ്റിക് മനസ്സിലായി, എന്താ ടോട്ടൽ പ്രഷർ എന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. ഇനി നോക്കട്ടോ, അതിൽ ഞാൻ പറഞ്ഞ ASIയും മാഗ്നീറ്ററും ഈ ടോട്ടൽ പ്രഷറാണ് യൂസ് ചെയ്യുന്നത്, ഡൈനാമിക്കും സ്റ്റാറ്റിക്കും. എന്നാൽ ഓൾട്ടിമീറ്ററും നമ്മുടെ VSIയും സ്റ്റാറ്റിക്കും മാത്രമാണ് യൂസ് ചെയ്യുന്നത്, മാത്രം അറിയിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ടത് നോക്കട്ടോ, കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം, നോക്കാം. ഓക്കെ,
സ്റ്റാറ്റിക് പ്രഷർ ഈസ് യൂസ്ഡ് ബൈ ഓൾ 4 ഇൻസ്ട്രുമെന്റ്സ്. എല്ലാ 4 ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ASI, ഓൾട്ടിമീറ്റർ, VSI ആൻഡ് മാഗ്നോമീറ്റർ. ഓക്കെ ആണല്ലോ. സ്റ്റാറ്റിക് പ്രഷർ എന്താണെന്ന് പറയുന്നത്, സ്റ്റാറ്റിക് പ്രഷർ ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ സ്റ്റേഷനറി എയർ ആൻഡ് ഇറ്റ് ഈസ് ദ വെയിറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്രസിംഗ് ഡൗൺ ഓൺ അസ്. ഞങ്ങളോട് പറഞ്ഞു. മനസ്സിലാക്കി വെക്കുക, ഈ സ്റ്റാറ്റിക് പ്രഷർ ഇപ്പൊ ഞാൻ എയർക്രാഫ്റ്റിനോട് പോകാന്ന് എഴുതിക്കാം. ഈ സ്റ്റാറ്റിക് പ്രഷർ എല്ലാ ഡയറക്ഷനും എന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡയറക്ഷനും ഈ ഡയറക്ഷനും ഈ ഡയറക്ഷനും ഈ ഡയറക്ഷനും ഒക്കെ സ്റ്റാറ്റിക് പ്രഷർ എനിക്ക് എന്ത് ചെയ്യും, അനുഭവപ്പെടും. അപ്പൊ അതാ പറയുന്നത് സ്റ്റാറ്റിക് പ്രഷർ ആക്ട്സ് ഓൺ ഓൾ പാർട്സ് ഓഫ് ദ എയർക്രാഫ്റ്റ് ഫ്രം ഓൾ ഡയറക്ഷൻസ്. ഓക്കെ, ആൻഡ് സ്റ്റാറ്റിക് പ്രഷർ ഈസ് പ്രസന്റ് അറ്റ് ഓൾ ടൈംസ് വെദർ ദ എയർക്രാഫ്റ്റ് ഈസ് സ്റ്റേഷനറി ഓർ ഗ്രൗണ്ട് ഓർ ഇൻ ഫ്ലൈറ്റ്. അതായത് എയർക്രാഫ്റ്റ് ഫ്ലൈ ആണെങ്കിലും വേണ്ടില്ല, ഗ്രൗണ്ടിൽ വെച്ച സമയത്താണെങ്കിലും വേണ്ടില്ല, എല്ലാ സമയത്തും സ്റ്റേഷനറി അല്ലെങ്കിൽ സ്റ്റാറ്റിക് പ്രഷർ അനുഭവപ്പെടും. ഓക്കെ ആണല്ലോ. ഐസ മീൻസിലെ സ്റ്റാറ്റിക് പ്രഷർ 1013.25 ഹെക്ടോപാസ്കൽ അല്ലെങ്കിൽ 14.7 പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് അല്ലെങ്കിൽ 29.92 ഇഞ്ചസ് ഓഫ് മെർക്കുറി. ഓക്കെ ആണല്ലോ. ഇമ്പോർട്ടൻറ്റ് വാല്യൂ ആണ് കേട്ടോ, പഠിച്ചു നോക്കണം. പിന്നെ പറഞ്ഞത് സ്റ്റാറ്റിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ഹൈറ്റ് കൂടുന്നു, സ്റ്റാറ്റിക് പ്രഷർ കുറയും. പ്രഷർ ലാപ്സ് റേറ്റ് -1 ഹെക്ടോപാസ്കൽ per 30 ഫീറ്റ്. ഓരോ 30 ഫീറ്റ് പോകുമ്പോഴും ഓരോ ഹെക്ടോപാസ്കൽ വീതം ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതുവരെ ക്ലിയർ ആണെന്ന് കരുതാണ്. ഓക്കെ, ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു സംഗതി ശ്രദ്ധിക്കണം കേട്ടോ. നോക്കോ മക്കളെ, നോക്കാം. എൻ്റെ എയർക്രാഫ്റ്റിൽ ഞാൻ പറഞ്ഞു ഈ ASI വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ASI വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു സ്റ്റാറ്റിക് പ്രഷറും വേണം ഡൈനാമിക് പ്രഷറും വേണം, രണ്ടും വേണമെന്ന് പറഞ്ഞു. ശരിയല്ല മക്കളെ? മനസ്സിലാക്കി വെക്കുക, ഈ ഡൈനാമിക് പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ എയർക്രാഫ്റ്റിൽ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ള 2 സാധനങ്ങളാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാണ് പീറ്റോട്ട് ട്യൂബ്. ഓക്കെ ആണല്ലോ, പീറ്റോട്ട് ട്യൂബ്. ഒന്നാണ് സ്റ്റാറ്റിക് പോട്ട്. ഈ പീറ്റോട്ട് ട്യൂബ് എന്ന് പറയുന്ന ആളാണ് ടോട്ടൽ പ്രഷർ സെൻസ് ചെയ്യുക. എന്നാൽ സ്റ്റാറ്റിക് പോട്ട് സെൻസ് ചെയ്യുക സ്റ്റാറ്റിക് പ്രഷറാണ്. ഓക്കെ ആണല്ലോ. പിന്നെ പറയാൻ ശ്രദ്ധിക്കാം, പീറ്റോട്ട് ട്യൂബ് എന്ന് പറയുന്നത് ഒരു ട്യൂബാണ്. സാധാരണ ഇപ്പം നിങ്ങൾക്ക് ചിത്രം കാണിച്ചു തരാം, നോക്കോ. പിന്നെ നമ്മുടെ സെസ്നയൊക്കെ നോക്കുകയാണെങ്കിൽ നോക്കാം, സെസ്നയിൽ ഇതേപോലെ അങ്ങനെ ഒരു നിങ്ങൾ സംഗതി കണ്ടുണ്ടാവും. ഇങ്ങനെ ഒരു ട്യൂബ് ഇങ്ങനെ പുറത്ത് പ്രൊട്രൂഡ് നിൽക്കുന്നുണ്ടാവും ഒരു ട്യൂബ്. ഈ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് പീറ്റോട്ട് ട്യൂബ്. ഈ പീറ്റോട്ട് ട്യൂബ് എന്താ സെൻസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പ്രഷർ, അഥവാ ഇത് കൂടെ ഡൈനാമിക് പ്രഷറും കയറിപ്പോവും സ്റ്റാറ്റിക് പ്രഷറും കയറിപ്പോവും. അതാണ് ടോട്ടൽ പ്രഷർ. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ പഠിക്കേണ്ട ഒരു സംഗതി ഉണ്ട്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇവിടെ പഠിക്കുന്ന സംഗതിനെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നോക്കാം, ഈ പീറ്റോട്ട് ട്യൂബ് നമ്മുടെ എയർക്രാഫ്റ്റിന്റെ ഫ്യൂസലാജ് ഇല്ല. എന്താ ഫ്യൂസലാജ് എന്ന് വെച്ചാൽ ഫ്യൂസലാജ് എന്താ? പിന്നെ ഇതാണ് എൻ്റെ എയർക്രാഫ്റ്റ് എന്നുണ്ടെങ്കിൽ ഈ എയർക്രാഫ്റ്റിന്റെ ഇതാണ് വിങ്സ്, ശരിയല്ല? ഇത് വെർട്ടിക്കൽ സ്റ്റെബിലൈസേഴ്സ്, ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസേഴ്സ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ഒഴിവാക്കി എനിക്കാണെങ്കിൽ നമ്മുടെ ഈ പാസഞ്ചേഴ്സ് കയറുന്ന ഈ നടുവിലുള്ള ഭാഗം ഉണ്ടാവൂലേ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂസലാജ്. കുഴപ്പമില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടും ഈ ഫ്യൂസലാജിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് പുറത്തേക്ക്, കുറച്ച് ഇപ്പൊ നോക്കാം, ഈ ചിത്രത്തിൽ നോക്കാം, കുറച്ച് ഡിസ്റ്റൻസ് പുറത്തല്ലേ നമ്മുടെ പീറ്റോട്ട് ട്യൂബ് ഇങ്ങനെ കുറച്ച് ഫ്യൂസലാജിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് പുറത്തേക്ക് ഒരു ട്യൂബ് പോലെ ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കല്ലേ ചെയ്യുന്നത്. എല്ലാ പീറ്റോട്ട് ട്യൂബും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാക്കാരം ഈ പീറ്റോട്ട് ട്യൂബ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക? ഓക്കെ, ഞാൻ പറയാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മെച്ചം എന്താ വെച്ചാൽ, ഇങ്ങനെ ചില ഉപയോഗം എന്താ വെച്ചാൽ എനിക്കാണെങ്കിൽ ഇപ്പം എൻ്റെ എയർക്രാഫ്റ്റ് ഇങ്ങനെ മൂവ് ആയി കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പീറ്റോട്ട് ട്യൂബിന്റെ ഉള്ളിൽ കൂടെ ആര് കയറി പോകും? പെട്ടെന്ന് തന്നെ ഈ ഡൈനാമിക് മൂവിങ് എയർ കയറി പോകും. ഡൈനാമിക് പ്രഷറും കിട്ടും, സ്റ്റാറ്റിക് പ്രഷറും കിട്ടും. ക്ലിയർ ആണോ? ഇനി സപ്പോസ് ഞാൻ ഈ പീറ്റോട്ട് ട്യൂബ്, ഈ ഫ്യൂസലാജ് ഉണ്ടല്ലോ, ഈ ഫ്യൂസലാജ് ആണെങ്കിൽ ഇതുമ്പോൾ ഏറ്റവും ഇങ്ങനെ വെച്ച് എനിക്കാണെങ്കിൽ എന്താ പ്രശ്നം എന്താണെന്നറിയോ? നോക്കിക്കോട്ടെ, ശ്രദ്ധിക്കുക. എൻ്റെ എയർക്രാഫ്റ്റ് ഇങ്ങനെ മൂവ് ആവുക എഴുതിക്കോ. അപ്പൊ ഇങ്ങനെ മൂവ് ആവുന്ന സമയത്ത് ഈ എയർ മോളിക്യൂൾസ് വന്നിട്ട് ഇങ്ങനെ ഈ എയർക്രാഫ്റ്റിനെ തട്ടും. ഈ തട്ടുന്ന സമയത്ത് ഈ എയർക്രാഫ്റ്റ് തട്ടിയിട്ട് ഈ മൂവിങ് എയർ ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്പൈറൽ ഷേപ്പ് ഒക്കെ ആയിട്ടാക്കാരം ഈ പറയുന്ന ട്യൂബിനുള്ളിൽ കയറുക. അപ്പൊ കറക്റ്റ് പ്രഷർ എന്ത് ചെയ്യാൻ പറ്റൂല, സെൻസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ നമ്മുടെ എയർ മോളിക്യൂൾസ് ഉണ്ടല്ലോ, ആ എയർ മോളിക്യൂൾസ് നമ്മുടെ എയർക്രാഫ്റ്റിന്റെ ഫസ്റ്റ് തട്ടുന്ന ലെയറിനെ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി ലെയർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ബൗണ്ടറി ലെയറിൽ വരുന്ന ഈ എയർ മോളിക്യൂൾസ് ഇങ്ങനെ സ്പൈറൽ ഷേപ്പ് ഒക്കെ ആയിട്ട് ഈ പറയുന്ന ഈ പീറ്റോട്ട് ട്യൂബിന് ഉള്ളിൽ കയറി പോകും. അപ്പൊ കറക്റ്റ് പ്രഷർ കിട്ടൂല. അപ്പോൾ ആ പ്രഷർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യൂല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഫ്യൂസലാജിൽ നിന്ന് നമ്മുടെ ഈ പീറ്റോട്ട് ട്യൂബ് കുറച്ച് ഡിസ്റ്റൻസ് അകലത്തിലാണ് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പൊ മനസ്സിലാക്കി നോക്കുക, എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ബൗണ്ടറി ലെയർ ഇന്റർഫറൻസ് കുറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇവിടെ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോ. നോക്കിയാ,
pitot probe. ട്യൂബിന് വിളിക്കുന്ന വേറെ പേരാണ് pitot probe. ഓക്കെ, pitot probe is placed some distance away from fuselage to place it outside the boundary layer interference of fuselage. ഓക്കെ, ഫ്യൂസലാജുമുള്ള ബൗണ്ടറി ലെയർ ഇന്റർഫറൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പീറ്റോ ട്യൂബ് കുറച്ച് ഡിസ്റ്റൻസ് അകലത്തിൽ മാറ്റി വെച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ മക്കളെ. ഇനി മനസ്സിലാക്കുന്നത് സ്റ്റാറ്റിക് പോർട്ട്. അപ്പോൾ പീറ്റോ ട്യൂബ് ടോട്ടൽ പ്രഷർ സെൻസ് ചെയ്യും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ സ്റ്റാറ്റിക് പോർട്ട് സ്റ്റാറ്റിക് പ്രഷർ മാത്രമേ സെൻസ് ചെയ്യുള്ളൂ. അപ്പോൾ സ്റ്റാറ്റിക് പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ മനസ്സിലാവും. നമ്മുടെ എയർക്രാഫ്റ്റിന്റെ ഫ്യൂസലാജ് ഉണ്ടല്ലോ, ഈ ഫ്യൂസലാജും ഇങ്ങനെ ഏറ്റവും ഇങ്ങനെ എടുത്താണ് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ നോക്കാം, അതായത് ഫ്യൂസലാജിമേ ഒരു ചെറിയൊരു ഹോള്, ഈ ഫ്യൂസലാജിമേ ചെറിയൊരു ഹോളായിട്ടാണ് ഈ പറയുന്ന സ്റ്റാറ്റിക് പോർട്ട് വെച്ചിട്ടുണ്ടാവുക. എന്തിനാക്കാരം അതിമ അത്രയും അടുപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക? എന്തിനു വേണ്ടിയിട്ടാക്കാരം? ആലോചിച്ച് നോക്കാം, എന്തിനു വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞുതരാം, നോക്കാം. സ്റ്റാറ്റിക് പോർട്ട് എന്തിനു വേണ്ടിയിട്ടാ? സ്റ്റാറ്റിക് പ്രഷർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ശരിയല്ലേ? പിന്നെ എയർക്രാഫ്റ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പം നമുക്കറിയാം ഇതുമ്മ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ മൂവിങ് എയർ ഇതിന് മുകളിൽ കൂടെ പോയിക്കോളും. ഒരിക്കലും മൂവിങ് എയർ സ്റ്റാറ്റിക് പോർട്ടിന്റെ ഉള്ളിൽ കയറി പോകില്ല, ശരിയല്ലേ? കാരണം മൂവിങ് എയർ ഉള്ളിൽ കയറി പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഏത് പ്രഷറും അനുഭവപ്പെടും? ഡൈനാമിക് പ്രഷർ അനുഭവപ്പെടൂല. അപ്പൊ അത് പാടുണ്ടോ? ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന സ്റ്റാറ്റിക് പോർട്ട് ഇതും ഭയങ്കര ഇതും നല്ലോണം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂവിങ് എയർ അതിന്റെ മുകളിൽ കൂടെ പോകും, ഒരിക്കലും ഉള്ളിലേക്ക് പോകില്ല. അപ്പൊ അവിടെയുള്ള സ്റ്റേഷനറി എയർ മോളിക്യൂൾസ് മാത്രമേ അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു പോകുള്ളൂ? കയറി പോകുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിക് പോർട്ട് ഇങ്ങനെ ഭയങ്കര അറ്റാച്ച് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ?